ഈ സ്ഥലം മാറ്റത്തിന്റെ ആ പ്രക്രിയ അറിഞ്ഞിട്ടുള്ള ജീവനക്കാർക്കൊക്കെ അറിയാം. ഒരിടത്തും നമ്മൾ വേരുറക്കില്ല. ഒരിടത്തുനിന്ന് പറിച്ചിട്ട് ഒന്നും വേരുറക്കാതെ പോയ ജീവിതങ്ങളാണ്. ആ കഥകളൊക്കെ എഴുതുമ്പോഴത്തേക്ക് നമുക്ക് നമ്മുടെയൊക്കെ അംശം അവിടെ ഉണ്ട്. പരമാർത്ഥങ്ങൾ എന്ന കഥ, അതിലൊക്കെ എന്റെ ബാല്യകാലം നമ്മൾ ഈ പരമാർത്ഥങ്ങൾ പറയുന്ന പോക്സോ കേസൊക്കെ അതിൽ കടന്നു വരുന്നുണ്ട്. ഇപ്പം പലയിടത്തും അത് കാണുന്നുണ്ട്. ഈ പരമാർത്ഥം പച്ച പരമാർത്ഥം തന്നെയാണ് ആ കഥകളൊക്കെ വായിക്കുമ്പോഴത്തേക്ക്. അതുപോലെ വേറെ കഥകളുണ്ട്. ഞാൻ മറന്നു കുറിച്ചിട്ടുണ്ട്. തിരക്കഥ, വക്കീലിന്റെ ഭാര്യയെ കുറിച്ച് സാധാരണ പറഞ്ഞു. വക്കീലിന്റെ ഭാര്യ ഇപ്പോഴും അത്തരം കഥാപാത്രങ്ങളൊക്കെ നമ്മുടെ ചുറ്റിലുണ്ട്. സാറ് പറഞ്ഞു അങ്ങനെ അത്തരം വക്കീലന്മാരെ കാണാൻ പാടാണെന്ന് തോന്നുന്നു. പക്ഷെ എനിക്ക് എന്റെ ചില സുഹൃത്തുക്കളെ അറിയാം ഇങ്ങനെയുള്ള വക്കീലന്മാരെ. സ്വന്തം ഭാര്യയുടെ പേഴ്സിൽ നിന്ന് അടിച്ചു മാറ്റിയ കാര്യങ്ങൾ കക്ഷികൾക്ക് വേണ്ടി ചെയ്തു കൊടുക്കുന്ന വക്കീലന്മാർ ഇപ്പോഴും ഉണ്ട് നമ്മുടെ സമൂഹത്തിൽ. ഇപ്പോഴും അത്തരം ആൾക്കാരൊക്കെ ഉണ്ട്. അവരൊക്കെ നമ്മുടെ സിദ്ധാർത്ഥനവര് അവരുടെയൊക്കെ ജീവിതങ്ങളിലേക്ക് കടന്നൊരു ചെറിയ മോഷണം നടത്തിയിട്ടുണ്ട്. ആ മനോഭാവങ്ങളൊക്കെ മോഷ്ടിച്ചിട്ടുണ്ട് നമ്മുടെ രമണീയന്മാരുടെ. അപ്പൊ കഥകളിലൊക്കെ പോകുമ്പോൾ നമുക്ക് ആ അനുഭവങ്ങളാണ് തരുന്നത്. ഒരു കഥയുണ്ട്, പാഠം പഠിച്ചു കൂട്ടി. പാഠം പഠിച്ചു കുട്ടിയുടെ അവസാന ഭാഗം വായിക്കുമ്പോഴത്തേക്ക് നമുക്ക് തോന്നും അത് ഞാൻ തന്നെയല്ലേ, എന്നെ തന്നെയല്ലേ ഉദ്ദേശിക്കുന്നത് എന്നൊക്കെ നമുക്ക് തോന്നാറുണ്ട്. പിന്നെ പ്രധാനപ്പെട്ട കഥയുടെ പേര് തന്നെ പറയുന്ന മാനസാണ്. മാനസയിലെ ആ ജീവിതം അത് പലപ്പോഴായിട്ട് പലരും നമ്മളോട് പറഞ്ഞിട്ടുള്ള പല കൂട്ടുകാരും പല അവസരങ്ങളിൽ പറഞ്ഞ കഥകളൊക്കെയാണ് ഈ മാനസയിലൂടെയൊക്കെ കൊണ്ടുവന്നിരിക്കുന്നത്. അങ്ങനെ നോക്കുമ്പോഴത്തേക്ക് നമ്മുടെ ജീവിതവുമായിട്ട് ചുറ്റി വളരെ അടുത്ത് ബന്ധമുള്ള കഥകളാണ് ഈ മാനസയിലെ എല്ലാ കഥകളും. പിന്നെയോ മനുഷ്യ മനസ്സിന്റെ യുക്തിക്കും ബോധത്തിനും അതീതമായുള്ള ചില ചിന്തകളിലേക്കും ഉള്ള സർവ്വ രീതിയിലേക്കുള്ള കഥകളിലേക്കും രമണീയമായി കടന്നുപോയിട്ടുണ്ട്. കാക്ക വെറും ഒരു പക്ഷിയല്ലേ, അതൊക്കെ നോക്കുമ്പോഴത്തേക്ക് ശരിയാണ്. അമ്മമാറ്റിക്കുണ്ടായ അനുഭവം തന്നെ എനിക്ക് വേണ്ടി വീട്ടിലുണ്ട്. 2 കാക്കകൾ എല്ലാ ജൂൺ മാസം 20-ാം തീയതി കഴിയുമ്പോഴത്തേക്ക് 2 ബലിക്കാക്കകൾ വീട്ടിൽ വരും. കാരണം അമ്മയുടെ അച്ഛന്റെ ഓരോ ദിവസം അടുത്ത് വരുന്നു. അത് ഓർമ്മിപ്പിക്കാൻ എന്നോണം വരുന്ന 2 കാക്കകൾ. അപ്പൊ എനിക്ക് തോന്നിട്ടുണ്ട് അതൊക്കെ വട്ടി ചിന്താതെ കഴിയുന്നു. അപ്പൊ ആ വട്ടി ചിന്താതെ എന്റെ കൂട്ടുകാരിക്കൊണ്ടെന്നുള്ള ബോധ്യമായി. അതുപോലെ തന്നെയാണ്. പക്ഷെ അതത്ര ഒരു സർവേ വെച്ച കഥയാണ് മരിച്ചുപോയ അച്ഛൻ എന്താ കഥ. ഈ കഥകളിലൂടെയൊക്കെ പഠിച്ചു പോകുമ്പോഴത്തേക്ക് നമുക്ക് അതിശയമാണ് എങ്ങനെയാണ് അതും വളരെ ലളിതമായിട്ട് വളരെ സരസമായിട്ട് പ്രതിപാദിച്ചിരിക്കുകയാണ്. അപ്പം മനുഷ്യന്റെ മനസ്സിലേക്ക് കഥകളെ നമ്മൾ ഒരാളാണ് ഈ പറയുന്നത്, ഈ കഥാപാത്രം നമ്മളെ തോന്നിപ്പിച്ചുവെങ്കിൽ അത് കഥാകാരിയുടെ വിജയം തന്നെയാണ്. അങ്ങനെ നോക്കുമ്പോൾ ശ്രീമതി രമണീയമ്മ വളരെ ഈ സാഹിത്യ തപസ്സിൽ ഒരു താരം തന്നെയായിട്ട് ശോഭിക്കും എന്ന യാതൊരു സംശയവുമില്ല. എല്ലാവിധ ആശംസകളും നൽകുന്നു. പിന്നെ ഒരു പുസ്തകം കൂടെ സാഹിത്യ വിചിന്തനം. അതിനകത്ത് അതിന്റെ വിശദമായ കാര്യങ്ങളൊക്കെ നമ്മുടെ സിദ്ധാന്തം പറഞ്ഞു കഴിഞ്ഞു. എങ്കിലും ആ കുമാരനാശന്റെ ചിന്താവിഷയത്തെക്കുറിച്ചും അതുപോലെ ജി ശങ്കരക്കുറുപ്പിന്റെ കാര്യം പറയുമ്പോഴത്തേക്ക് എനിക്ക് ഓർമ്മ വരുന്നത് ശങ്കരക്കുറുപ്പിന്റെ സൂര്യകാന്തി കവിത ആലപിക്കുന്ന രമണീയമാണ് ഞാൻ ഓർക്കുന്നത്. അത് എത്രയോ ഭാവ തീവ്രതയോടുകൂടിയാണ് ആലപിക്കുന്നത്. പുള്ളിക്കാരി കവിത ആലപിക്കുമ്പോഴത്തേക്ക് അതിൽ ലയിച്ചങ്ങ് ആലപിക്കുകയാണ്. ആ കവിതയുടെ എല്ലാ അർത്ഥത്തിലേക്കും ഉൾക്കൊണ്ട് എല്ലാം മറന്നു ആലപിക്കുന്ന രമണീയമാണ് ഞാൻ ഇപ്പോൾ ഓർക്കുന്നുണ്ട്. അപ്പം ഈ സാഹിത്യവിധം വായിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇപ്പൊ എനിക്ക് വീണ്ടും ആ ആശാന്റെ കൃതികളിലൂടെയും കലാകൃതികളിലൂടെയും ചിദംബരസ്മരണൊക്കെ വീട്ടിൽ ഒളിച്ചിരിപ്പുണ്ട്. ലൈബ്രറിയിൽ യക്ഷിയും വേരുകളൊക്കെ ഒളിച്ചിരിക്കുന്നത് അതിനെയൊക്കെ പുറത്തെടുത്ത് വീണ്ടും ഒരിക്കൽ കൂടി വായിക്കാൻ എന്നെ പ്രേരിപ്പിക്കുന്നുണ്ട് ആ സാഹിത്യ വിചിന്തനം എന്ന പുസ്തകം. അപ്പം ഈ പുസ്തകങ്ങൾ രണ്ടും നല്ല വിജയമായി തീരട്ടെ. എല്ലാവിധ ആശംസകളും രമണീയമ്മയുടെ സാഹിത്യ ജീവിതത്തിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ എന്റെ ഈ വാക്കുകൾ അവസാനിക്കുന്നു.